പുരുഷവന്ധ്യ ചികിത്സയ്ക്ക് പലപ്പോഴും പുരുഷന്മാർ വിമുഖത കാണിക്കാറുണ്ട്. പല കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. ഒന്ന്, അവർക്ക് ആ ഡയഗ്നോസിസ് അവരുടെ കുടുംബത്തിലുള്ള സ്ഥാനം അഫക്റ്റ് ചെയ്യുന്നവരെ ഭയപ്പെടുത്താറുണ്ട്. കാരണം തനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ തനിക്ക് അത് ഒരു ആ കുടുംബത്തിലുള്ള ആ സ്ഥാനം നഷ്ടപ്പെടുന്നുള്ളൊരു ഭയം അവർക്ക് ഉണ്ടാകും. കാരണം പിന്നീട് തൻ്റെ ആ ഫാമിലിയിലുള്ള ആ ഒരു മേധാവിത്വം നഷ്ടപ്പെടുമെന്നുള്ള ഭയം ചിലരെ ഭരിക്കാറുണ്ട്. രണ്ട്, അതിനുവേണ്ടി വരുന്ന എക്സ്പെൻസ് ചിലരെ ഭയപ്പെടുത്താറുണ്ട്. മൂന്ന്, അതിനുവേണ്ടിയുള്ള പരിശോധനകളെ പറ്റിയുള്ള എന്താണ് അവർ ചെയ്യുന്നത്, സെമൻ ടെസ്റ്റ് എന്താണ്, ആ സ്കാനിങ് എൻ്റെ വൃഷ്ണത്തിൽ ചെയ്യുമ്പം വൃഷ്ണത്തിൽ എന്തെങ്കിലും കേടുപാട് വരുമോ, അത് വേദനയുള്ളതാണോ, ഇങ്ങനെയുള്ള ചിന്ത അവരെ ഭയപ്പെടുത്താറുണ്ട്. ഇതിൻ്റെ ചികിത്സയുടെ പ്രയോജനം കൂട്ടുകാർക്ക് ചെയ്തിട്ട് അതിന് പ്രയോജനമില്ല എന്നുള്ള ചിന്തയും അവരെ ഭയപ്പെടുത്താറുണ്ട്. അവരുടെ തൊഴിലിനിടയ്ക്ക് ഇതിനുള്ള സമയം കണ്ടെത്താനുള്ള ആ ബുദ്ധിമുട്ടും അവരെ ചികിത്സയിൽ നിന്ന് പ്രേരിപ്പിക്കാറുണ്ട്. പിന്നെ അവരുടെ ശീലങ്ങൾ, പുകവലി, ലഹരിയുടെ ഉപയോഗം, ഇതൊക്കെ മാറ്റിവെക്കണം, അതില്ലാതെ മുമ്പോട്ട് പോകണമെന്നുള്ള ചിന്തയും അവരെ ഭയപ്പെടുത്താറുണ്ട്. പിന്നെ അവരുടെ ലൈംഗിക രീതികൾ, സ്വയംഭോഗം, പോണോഗ്രഫി, ഹോമോസെക്ഷൽ ഓറിയൻറ്റേഷനൊക്കെ അതിൽ നിന്ന് പിന്മാറേണ്ടി വരുമെന്നുള്ള ചിന്ത, അല്ലെങ്കിൽ അതൊക്കെ വെളിയിൽ അറിയപ്പെടുമോ എന്നുള്ള ചിന്തയും അവരെ ഭയപ്പെടുത്താറുണ്ട്. അപ്പം പുരുഷവന്ധ്യ ചികിത്സയിൽ ആളുകൾ വിമുഖത കാണിക്കുന്നതിന് പല കാര്യങ്ങളാണ്. അതിൻ്റെ പുറകിൽ മാനസികവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പശ്ചാത്തലങ്ങളുണ്ട്.